ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. പി.വി. അൻവറിന് മറുപടി നൽകാൻ മലപ്പുറത്ത് വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ CPIM തിങ്കളാഴ്ച നിലമ്പൂർ ചന്തക്കുന്നിലാണ് പൊതുയോഗം. തനിക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തിയ മുതിർന്ന CPIM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ നേരിൽ ചെന്ന് കാണുമെന്ന് അൻവർ പറഞ്ഞു. സത്യം ബോധ്യപ്പെട്ടാൽ പാലോളി മുഹമ്മദ് കുട്ടി തനിക്കെതിരെയുള്ള നിലപാട് തിരുത്തുമെന്നാണ് പി.വി. അൻവറിന്റെ പ്രതീക്ഷ. താൻ 5 നേരം നിസ്കരിക്കുന്നതാണ് പ്രശ്നം എന്നതടക്കം അൻവർ വിമർശനമുന്നയിച്ചതോടെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ ഇറക്കി പ്രതിരോധിക്കാനുള്ള നീക്കമാണ് CPIM നടത്തിയത്. അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് മതമൗലികവാദികൾ എന്ന പരാമർശത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് അൻവർ. എന്നാൽ പാലോളിയെ തള്ളിപ്പറയുന്നില്ല. സംശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. പാലോളി മുഹമ്മദ് കുട്ടിയെ പോയി കണ്ട വിഷയങ്ങൾ പറയുമെന്നും PV അൻവർ. അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചിട്ടില്ല. അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും. ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിൻ്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിൻ്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും. അന്ന് അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. M. സ്വരാജ് തനിക്കെതിരെ വിവരക്കേട് പറയുകയാണ്. താൻ നിയമവിരുദ്ധ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് നടപടിയെടുത്തില്ലെന്നും അൻവറിന്റെ വിമർശനം. ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഈ പാർട്ടിയിൽ കഴിയില്ല എന്ന് പാർട്ടി ലീഡർഷിപ്പ് പറയണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. ഞാനൊരു നിയമവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. പാർട്ടിയിൽ നിന്ന് താൻ പുറത്തു പോയിട്ടില്ല, ബലമായി പുറത്താക്കിയതെന്നും അൻവർ. അതേസമയം അൻവർ സാമാന്യ മര്യാദ പാലിക്കാതെയാണ് പരസ്യ പ്രസ്താവന നടത്തിയതെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. ദേശാഭിമാനിയിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് വിമർശനം. 24 മലപ്പുറം.